ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് ഗോതമ്പ് പൊറോട്ടയുടെ റെസിപ്പി നോക്കിയാലോ? എങ്ങനെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി എടുക്കാം. അപ്പോൾ ഇവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം, ഉപ്പ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഞാനപ്പോൾ അത് കൈകൊണ്ട് കുഴച്ചെടുത്തതാണ്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുഴച്ച് വെച്ച മാവ് ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം കേട്ടോ. ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഏകദേശം ഒരു 7 ബോളോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ബോൾസ് എല്ലാം ടൈറ്റായിട്ട് ഇരിക്കുന്നുള്ളൊരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് എണ്ണയാണ് നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബോൾസിൻ്റെ മുകളിലൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ബോൾസിൻ്റെ മുകളിലായിട്ട് ഈ എണ്ണ പൊങ്ങിക്കിടക്കണം. ഇവിടെ എടുത്തിരിക്കുന്നത് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഓയിൽ പൊങ്ങി കിടക്കുന്ന രൂപത്തിൽ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കൂ, ഇതിൽ ഭയങ്കര സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് പരത്താം. ഇവിടെ നമ്മൾ ചപ്പാത്തി കല്ലാണ് കേട്ടോ എടുത്തത്. നിങ്ങൾ എങ്ങനെയാണ് കൗണ്ടർ ടോപ്പിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാ ചപ്പാത്തി കല്ലിൽ നന്നായിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി കോലുകൊണ്ട് വേണമെങ്കിലും പരത്താം. ഞാൻ ഇപ്പോൾ ഇവിടെ കൈ കൊണ്ടാണ് പരത്തുന്നത്. ഇത് നന്നായിട്ട് എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നന്നായിട്ട് വലുതാക്കി പരത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ ഇത് അതേപോലെ ചെറിയ രീതിയിൽ നമ്മൾ അതിനെ ചുരുട്ടിയെടുക്കണം. അതിന് നമ്മളിത് അതേപോലെ ആക്കിയ ശേഷം 2 സൈഡിൽ നിന്നും റൗണ്ട് ആക്കണം കേട്ടോ. അതിന് ശേഷം ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ മുകളിലേക്കാക്കി വെച്ചിട്ട് റൗണ്ട് ചെയ്തെടുത്ത് വയ്ക്കുക. ഇങ്ങനെ ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇനി അത് പരത്താൻ പോവുകയാണ് കേട്ടോ. കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളത് ചെറിയ റൗണ്ടിലായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കുകയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വലുതാക്കിയിട്ടും പരത്താം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള റൗണ്ടാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ചെറിയ രീതിയിലുള്ള റൗണ്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് പരത്തിയെടുത്തിട്ട് ചെയ്യാം. ഇതേപോലെ നമുക്ക് എല്ലാ ബോൾസും ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം നമ്മൾ നമ്മുടെ പരത്തി വെച്ച നമ്മുടെ പൊറോട്ട നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണ്. എണ്ണ ഉപയോഗിക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കാം. നേരത്തെ എണ്ണയുള്ളത് കൊണ്ട് ഞാൻ എണ്ണ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നമ്മളായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ചുട്ടെടുക്കാം. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ ചെറിയ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.